നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടപ്പിലാക്കുമെന്നായിരുന്നു കോടതിയുടെ തീരുമാനം. എന്നാൽ ഇന്ത്യൻ സർക്കാരിൻ്റെയും മറ്റ് പല പ്രധാനപ്പെട്ട വ്യക്തികളുടെയും ഇടപെടലിൻ്റെ ഭാഗമായി ആ തീരുമാനം നീട്ടിവെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി സംസാരിച്ച് വിഷയത്തിൽ ഒരു പരിഹാരം കാണുക എന്നതാണ് അടുത്ത നടപടി. നിലവിലെ ഇടപെടലുകളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ചില വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ജയിലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ പ്രോസിക്യൂട്ടർ, ഇവരുമായെല്ലാം തുടർച്ചയായി നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചിരിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു. ഇനിയും നിമിഷപ്രിയയുടെ കുടുംബത്തിന് എല്ലാ സഹായം ഉണ്ടാകുമെന്നും സർക്കാർ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഡിപ്ലോമാറ്റിക്കലി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പല ചാനൽ വഴി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ പലതും വളരെ കോൺഫിഡൻഷ്യലാണ്. ഇനിയിപ്പോൾ വേണ്ടത് തുടർച്ചയായ ഇടപെടലുകളാണ്. വധശിക്ഷ നീട്ടിവെച്ചിട്ടേ ഉള്ളൂ, അത് റദ്ദാക്കിയിട്ടില്ല. വധശിക്ഷ റദ്ദാക്കാൻ കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകണം. അതിനുവേണ്ട ഇടപെടലുകളാണ് സാധ്യമാവേണ്ടത്. ആ കുടുംബവുമായുള്ള ചർച്ചയ്ക്ക് എല്ലാ സഹായം ചെയ്യുമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. ഒപ്പം തന്നെ യമനിലുള്ളതും ഇന്ത്യയിലുള്ളതുമായിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഇടപെടൽ കൂടി നിർണായകമാകും. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.